ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് 15-ാം നാൾ ഒരിക്കൽ കൂടി സനൂജ മുണ്ടക്കൈയിൽ വന്നു. പക്ഷേ സനൂജയുടെ വീട്ടുകാരും നാടും നാട്ടുകാരും അവിടെയുണ്ടായിരുന്നില്ല. മുണ്ടക്കൈ അങ്ങാടിയിലെ ജുമാ മസ്ജിദിന് നേർ എതിർവശമായിരുന്നു സനൂജയുടെ വീട്. ഇന്ന് സനൂജയുടെ വീട് നിന്നിടം വലിയൊരു ഗർത്തമാണ്. അവിടെ വലിയ ശൂന്യതയാണ്. കാരണം ഇന്ന് സനൂജയുടെ മുണ്ടക്കൈയിലെ പടിക്കപ്പറമ്പിൽ വീട്ടിൽ അവശേഷിക്കുന്നത് സനൂജ മാത്രമാണ്. അവളെ തനിച്ചാക്കി അവരുടെ എല്ലാവരും യാത്രയായി. കുടുംബത്തിലെ 11 പേരാണ് ആ ഇരുളിൽ മറഞ്ഞുപോയത്. കനത്ത മഴ കോരിക്കട്ടി പെയ്യുന്ന രാത്രികൾ. കുടുംബത്തെ പൊന്നുപോലെ സംരക്ഷിക്കാൻ ദൃഢപ്രതിജ്ഞയെടുത്ത ആ ഗൃഹനാഥൻ യൂസുഫ് തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എല്ലാവരോടുമായി പറഞ്ഞു, നല്ല മഴയല്ലേ മക്കളെ, എല്ലാവരും തറവാട്ടിലേക്ക് പോരെന്ന്. 29-ന് രാത്രി. അന്ന് രാത്രി പടിക്കപ്പറമ്പിൽ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയതിൻ്റെ ആവേശമായിരുന്നു. അർദ്ധരാത്രി വരെ അവർ സംസാരിച്ചും മിണ്ടിയും പറഞ്ഞും കളിച്ചിരി തമാശകളിൽ ഏർപ്പെട്ടിരുന്നു. അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായതുകൊണ്ട് തന്നെ അതിന് പരിധി എത്രയുണ്ടായിരുന്നുവെന്ന് സനൂജയ്ക്ക് പോലും അറിയില്ല. ഇടക്ക് സനൂജ വിളിച്ച് മഴയുടെ കാര്യം തിരക്കി. എന്നാൽ ഉറങ്ങാൻ കിടന്ന അവർക്ക് പക്ഷേ പിന്നീട് ഉണരാൻ കഴിഞ്ഞില്ല. ആ രാത്രിയിൽ സന്തോഷം പങ്കുവച്ചിരുന്നവരെല്ലാം ആ ഉരുൾ ദുരന്തം കവർന്നെടുത്തു. സഹോദരനും സഹോദരിയും അവരുടെ മക്കളും ഉൾപ്പെടെ 5 പേരെ കണ്ടെത്തി. ഉമ്മയും ഉപ്പയും ഉൾപ്പെടെ ബാക്കിയുള്ളവരെ ഇനിയും കണ്ടെത്തിയില്ല. ഒന്ന് കണ്ടെങ്കിൽ അന്ത്യയാത്ര നേരാൻ കഴിഞ്ഞെങ്കിൽ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ സനൂജ കഴിയുന്നത്. ആരൊക്കെയാണ് വീട്ടിലുള്ളതെന്നൊന്ന് പറയാമോ? ഉമ്മച്ചിൻ്റെ ഉപ്പ, ഉമ്മ, ഉമ്മച്ചി, ഉപ്പ, ഉപ്പച്ചി, അനിയന്മാർ, ഉമ്മച്ചിൻ്റെ ഏട്ടത്തിൻ്റെ മോന്. ആരൊക്കെയാണ് ഇപ്പോൾ കിട്ടിയത്? ആരൊക്കെയാണ് കിട്ടിയത്? ഉമ്മച്ചിനും ഉമ്മച്ചിൻ്റെ ഉമ്മാനെയും ഉമ്മച്ചിൻ്റെ ആങ്ങളേനും മോളെയും ഉമ്മച്ചിൻ്റെ ഏട്ടത്തിൻ്റെ മോനും. ഇവളുടെ ഉമ്മ സീനത്ത് ഇവളുടെ ഉമ്മാൻ്റെ ഉമ്മ മറിയ, പിന്നെ അവരുടെ മറിയ എന്ന് പറഞ്ഞാൽ താത്താൻ്റെ മകൻ, പിന്നെ അവരുടെ ഒരു മകൻ്റെ മകള്, അങ്ങനെ 5 പേരെയാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളത്. മറ്റുള്ളവരെ നിങ്ങൾ നേരത്തെയൊക്കെ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇതേപോലെ വലിയ മഴകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയൊക്കെ പറയായിരുന്നു? ഇപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ വേഗം അമ്പലവേല വിടുക. അവിടെ ഉമ്മച്ചിൻ്റെ അനിയത്തി അവിടെയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് പോകല അവർ. ഇവിടെയാണ് വീട് വന്നത് അല്ലേ? ഇതിൻ്റെ തൊട്ടടുത്ത് വേറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു? താഴെ ഒരു വീടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഗർത്തം പോലെ നിൽക്കുന്ന സ്ഥലത്ത്. പിന്നെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. ഇവിടെ 3 വീടുള്ള. ഒന്നുകൂടി ഇത് ഇവിടെ ടോട്ടൽ 3 വീട്. ഇവിടെ 2 എണ്ണം. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു വീടാണ്. അതൊരു വീട്. ഇതിന്റെ താഴെ നിങ്ങളെ വീട് അല്ല, താഴെ വേറൊരാളെ വീട്. വേറൊരാളെ വീട്. അവിടെ വേറൊരാളെ വീട്. അതിന്റെ താഴെയും വേറെ വീടുണ്ടായിരുന്നു. താഴെയും വേറെ ഉണ്ട്. അത് മൊത്തത്തിൽ ഇപ്പോൾ സ്ഥലം ചുരുങ്ങിയതുപോലെ അന്ന് 3 വീടിനുള്ള ഏരിയ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ അതൊക്കെ നമുക്ക് വളരെ അകലായിട്ട് നിന്നിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഏരിയ ഒക്കെ ഒന്നായിട്ട് ചുരുങ്ങിയ പോലെ മൊത്തം തൂത്തുപടിച്ച് പോയതാണ് ഇവിടെ. ഈ ഭാഗങ്ങളിൽ താഴേക്കൊക്കെ വീടുകളുണ്ടായിരുന്നു. ഈ പുഴയുടെ ഭാഗം, ഈ പുഴ എത്ര വീതിയിൽ? എൻ്റെ അടുത്ത് ഒരു വീടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാടികളാ താഴേക്ക്. ഇപ്പം ഈ പുഴ എത്ര വീതി ഉണ്ടായിരുന്നു ഏകദേശം പറയുമ്പോൾ? പുഴ വീതി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വീതി കൂടിയത്. അതിന് വീതി കൂടിയതാണ്. അത്ര വീതി ഇല്ലായിരുന്നു. ഇല്ല. പക്ഷേ ഇതുമ്പോൾ തന്നെ ഊഹിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ താഴെത്തട്ടിൻ്റെ ഫില്ലറാണ് കാണുന്നത്. അതിൻ്റെ താഴെ വീണ്ടും ഒരു വീടുണ്ട്. അതും കഴിഞ്ഞിട്ടുള്ള വീതി പിന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. വളരെ ചെറിയ ഒരു സീതമ്മക്കുണ്ട് എന്ന് പറയുന്ന നമ്മളെ ടൂറിസ്റ്റ് ഇടങ്ങളിൽ ഒരു അറിയപ്പെട്ട ഒരു സ്ഥലമാണത് സംഭവം. സീതമ്മക്കുണ്ട് എന്ന സ്ഥലമാണോ? സീതമ്മക്കുണ്ടാണ് അത് കുഴി. സീതമ്മക്കുണ്ടാണ് ആ കുഴി. അതെ, ആ വെള്ളം ചാടി വരുന്നില്ലേ, ആ കുഴിയാണ്. അത് നീണുപോയി. മണ്ണും ഇതും വന്നിട്ട് എന്ത് ചെയ്താണ്, നീണു പോയതാണത് സംഭവം. ഓ, ഇവിടെയാണ് ആളുകൾ വന്നിരുന്നതും. അതെ, ഇതിലെങ്ങനെയായിരുന്നു വഴി, ഇതിലെങ്ങനെ വരിക, ഇതായിരുന്നു വഴി. നിങ്ങൾ സ്വദേശോടെ? അല്ല, ഞാൻ ആറുവാള്. എൻ്റെ അനിയനാണ് ഇവരെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെയൊക്കെ വരുമായിരുന്നു? ഓ, നേരത്തെ വരുന്നു. എന്താണ് ആ ഫാമിലി ഇന്നൊക്കെ റിക്കവറി ചെയ്ത് വരുന്നുണ്ട്? എന്താണ് എന്താ പറയുക, നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ള അല്ലാതെ അങ്ങനെ ഉണ്ടല്ലോ, പ്രപഞ്ചത്തിൻ്റെ ഓരോ ഇത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് രക്ഷയില്ലല്ലോ. ഇപ്പം റിക്കവറായി ഓരോ അങ്ങനെ റെഡിയായി വരുന്നു.